പുതിയതായി സ്ഥലം മാറി വന്ന ഇൻസ്പെക്ടറാ. ഭയങ്കര അടിയാ. അടിയൻ. കോടതി പോലെയല്ല പോലീസ് സ്റ്റേഷൻ. അവിടെ കറുത്തി ഉടുപ്പ്, ഇവിടെ കാക്കി ഉടുപ്പ്. അവിടെ വക്കീലിന്റെ ലാത്തി, ഇവിടെ പോലീസിന്റെ ലാത്തി. എങ്ങനെയെങ്കിലും എന്റെ കൂട്ടുകാരനെ രക്ഷിച്ചേ പറ്റൂ. എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ലോ പോയിന്റ് പ്രകാരം എനിക്ക് അടികൊള്ളൂല്ലേ? ഇവിടത്തെ ഒരു പോലീസുകാരൻ എന്റെ ഭാര്യയെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യും? അയാൾ കല്യാണം കഴിച്ച് 2 കുട്ടികളുള്ളതാ. ആളുകൾ അറിഞ്ഞാൽ. ശരി, ഒരു 30 മണീസും എടുക്കൂ, വഴി ഉണ്ടാക്കാം. കാശ് എത്ര വേണമെങ്കിലും തരാം ഞാൻ. എപ്പോഴാണ് സംഭവം നടന്നത്? ഉച്ചയ്ക്ക് 1 മണിക്ക്. അപ്പൊ ന്യൂൺ ഷോ ആണല്ലേ? ദൈവം സെക്കൻഡ് ഷോയ്ക്ക് അനുവദിച്ചിട്ടുള്ള പരിപാടി നിങ്ങൾ ന്യൂൺ ഷോ ആയിട്ട് അങ്ങനെ അവതരിപ്പിച്ചു. കൊള്ള. അപ്പൊ അകത്ത് നിൽക്കുന്ന ആ സ്ത്രീ തന്റെ കൂട്ടുകാരന്റെ ഭാര്യയാണെന്ന് ഞാൻ പറയണമല്ലേ? വാ 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 വാ. പഠിക്കണ്ട വാ. അല്ല, ഇതാര്? രാജപ്പൻ സാറോ? സാറേ, ആ സ്ത്രീ സാറിന്റെ ഭാര്യ തന്നെയാണ് സാർ. സ്വന്തം ഒറിജിനൽ ഭാര്യ. ഇതെന്ത് പറ്റി സാറേ? വല്ല അലവലാദികളും പറ്റിച്ച പണിയായിരിക്കും അല്ലേ? താനാരാ? മത്തായി, സാക്ഷി മത്തായി. തന്നെ ഇവിടെ ആരെങ്കിലും വിളിപ്പിച്ചോ? ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് രാജപ്പൻ സാറിനെയും ഭാര്യയും വ്യതിയാന കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്നത് കേട്ടത്. 444. ആ സ്ത്രീയെ വിളിക്കൂ. സാർ, ഇതെന്റെ ഭാര്യയാണ് സാർ. സ്വന്തം ഭാര്യ. നിന്റെ ഭാര്യയോ? ആദ്യം നീ പറഞ്ഞു ഈ മനുഷ്യന്റെ ഭാര്യയാണെന്ന്. നിനക്ക് എത്ര ഭാര്യമാരുണ്ടടാ? കോൺസ്റ്റബിൾ, ഇവനകത്തേക്ക് കൊണ്ടുവരൂ. സാർ, എത്രയോ കള്ളസാക്ഷി പറഞ്ഞവനാണ് ഞാൻ. ഇപ്പോ നീ വാ, അതൊക്കെ നമുക്ക് ശരിയാകാം. ശരിയായ സാക്ഷി പറഞ്ഞാലും തല്ലുള്ളൂ. ബാക്കി അകത്തേന്ന് സംസാരിക്കാം. വാ. ഞാൻ പോയിട്ട് വരണേ, നിന്നെ ഞാൻ കാണിച്ചു തരാം. അറിയാതെ നീ ചീത്തയായിട്ടില്ലല്ലോ. അത് മതി, അത് മതി. എന്നെ അങ്ങനെ സംശയിക്കുന്നു? ഇല്ല, ഒരിക്കലുമില്ല. കേട്ടാലെന്താ? നമ്മളെ രണ്ടുപേരെയും വിഴുങ്ങിക്കളയോ? എന്നാലും ഓ പിന്നെ ഇയാടെ ഒരു എന്നാലും. സത്യം പറഞ്ഞ ഇത്തരം വർത്താനം കേൾക്കുന്ന എനിക്ക് ഇഷ്ടമല്ലേ? ഓ ബാലേട്ടാ, പിന്നെ എനിക്ക് ബാലേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. ബാലേട്ടാ, ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന ആ അമ്മണി ആരാണ്? ഏതാ ആ സ്ത്രീ? ആരായാലും അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് നിനക്ക് മാത്രം തോന്നിയാ പോരല്ലോ. എന്റെ അച്ഛന് കോടതിയിൽ വെച്ച് മാത്രം എന്നെ എതിർത്താൽ പോരാ. ആ സാവിത്രിയുടെ അച്ഛൻ വന്നിട്ട് പിണങ്ങിയാണ് പോയത്. സാവിത്രിയോട് പോകാൻ അനുവാദം ചോദിച്ചു. സമ്മതിച്ചില്ല. ഞാൻ കാരണം ഇവിടെ ആർക്കും സ്വസ്ഥതയില്ലാതായി. ഞാൻ പൊയ്ക്കോട്ടെ, എനിക്ക് അനുവാദം തരൂ. ഇല്ല, അമ്മിണി പോകാൻ പാടില്ല. പോകാതെ പിന്നെ? നിന്റെ ജീവിതത്തിലെ ഏക ആശ്രയമായിരുന്നു ഉണ്ണി. ഉണ്ണി കൊലപാതകയല്ലെന്ന് നീ പറഞ്ഞു. അത് ശരിയാണെങ്കിൽ ഉണ്ണി രക്ഷപ്പെടും. അതുവരെ, ഈ കേസിന്റെ വിധി പറയുന്നത് വരെ നീ ഇവിടെ ഉണ്ടാകും. ഞാൻ ഇനിയും ഇവിടെ താമസിച്ചാൽ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിന്നെ പോകാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങയുടെ ജീവിതത്തിന്റെ സ്വസ്ഥത മുഴുവൻ ഞാൻ നശിപ്പിച്ചു. ജീവിതത്തെക്കുറിച്ചല്ല,
കേസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പോകാൻ അനുവദിക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാണ് അദ്ദേഹത്തോട് ചോദിച്ചത്? അദ്ദേഹത്തെ വിഷമിപ്പിക്കാനോ? അമ്മിണിയെ പണ്ട് സ്നേഹിച്ചിരുന്ന കാര്യവും നിങ്ങൾ പിരിഞ്ഞുപോയ കാര്യവും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും സാവിത്രി എന്നോട് ഇങ്ങനെ പെരുമാറുന്നല്ലോ. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ ഒരിക്കലും കടന്നു വരില്ലായിരുന്നു. പക്ഷേ ഞാൻ കടന്നു വരും മുമ്പേ വിധി നിങ്ങളെ പിരിച്ചു കഴിഞ്ഞിരുന്നല്ലോ. വിധി അമ്മണിയോട് വിധി വളരെ ക്രൂരമായി പെരുമാറി. അമ്മണി പിന്നീട് എവിടെയായിരുന്നു? ഭർത്താവിന് എവിടെയായിരുന്നു ജോലി? അദ്ദേഹം മരിച്ചിട്ട് എത്ര കാലമായി? ക്ഷമിക്കൂ അമ്മണി, ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത പലതും ഞാൻ വെറുതെ ഓർമ്മിപ്പിച്ചു. അമ്മണിയുടെ മകൻ രക്ഷപ്പെടുന്നത് വരെ അമ്മണിക്ക് ഇവിടെ തന്നെ താമസിക്കാം. ഇത് അമ്മണിയുടെ സ്വന്തം വീടായിട്ട് കരുതിയാൽ മതി. ബാലനെ കണ്ടില്ലല്ലോ പണിക്കരെ, നോക്കിയിട്ട് വരൂ. അച്ഛൻ വിളിക്കുന്നു. എത്ര നേരമായിരുന്നു അദ്ദേഹം കാത്തു നിൽക്കുന്നു. പണിക്കരേട്ടാ, എന്തായി? എന്റെ മുൻ രക്ഷപ്പെടുമോ? പറയാനാവില്ല. വിസ്താരം നടക്കുന്നതേ ഉള്ളൂ. അച്ഛനും മകനും ഒപ്പം നിൽക്കുക. നിങ്ങളോ? എന്റെ മോൻ, അവൻ മാത്രമേ ഉള്ളൂ എനിക്ക്. അവനെ രക്ഷിക്കണം. അത് കോടതി തീരുമാനിക്കും. നിങ്ങളുടെ മകൻ കുറ്റവാളിയാണെന്നാണ് എന്റെ വിശ്വാസം. എന്റെ വാദം ജയിച്ചാൽ നിങ്ങളുടെ മകൻ ശിക്ഷിക്കപ്പെടും. അതല്ല, അച്ഛന്റെ വാദമാണ് ജയിക്കുന്നതെങ്കിൽ അവൻ രക്ഷപ്പെടും. അച്ഛൻ ജയിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല, കുറ്റവാളി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വാദിക്കുന്നത്. മറ്റൊന്നും ആരും എനിക്ക് പ്രശ്നമല്ല. അതിന് ഉണ്ണി കുറ്റവാളിയല്ലല്ലോ. അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ഒരമ്മയുടെ വേദനയും കണ്ണുനീരും കാണാൻ കുഞ്ഞിന് കഴിയുന്നില്ലേ? നീതിശാസ്ത്രത്തിന്റെ മുന്നിൽ വികാരങ്ങളില്ല, സത്യങ്ങൾ മാത്രമേ ഉള്ളൂ.
നിന്റെ വക്കീലിനെ നിനക്ക് വിശ്വസിക്കാം. ഞാൻ നിന്നെ ചതിക്കില്ല. അതിനുവേണ്ടി മറുഭാഗം വക്കീലിനെ സ്വാധീനിക്കണമെന്നില്ല. ഞാൻ എന്റെ മോൻ. അമ്മണി പോകൂ, ഞങ്ങൾ സംസാരിക്കട്ടെ. ബാല, നീ നന്നായി വാദിക്കുന്നു. ഐ ആം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. പക്ഷേ ഇന്ന് നീ ഒരു മണ്ടത്തരം പറഞ്ഞു. ഇറ്റ് വാസ് ജസ്റ്റ് എ സ്ലിപ്പ് ഓഫ് യുവർ ടങ്. വിക്രമൻ പിള്ള മൽപ്പിടുത്തത്തിൽ മറിഞ്ഞു വീണതുമാകാം എന്ന് നീ പറഞ്ഞു. റിമെമ്പർ? എന്റെ വല നെയ്യാൻ എനിക്കത് മതി. ഞാൻ അങ്ങനെ പറഞ്ഞത് ഐ നോ. എന്റെ വാദത്തെ ഖണ്ഡിക്കാനുള്ള ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷെ ഫലത്തിൽ നീ കുടുങ്ങിത്തരികയാണ് ചെയ്തത്. ആസ് എൻ അഡ്വക്കേറ്റ് യു ഹാവ് ടു ബി മോർ കെയർഫുൾ. മേലില്ലെങ്കിൽ ഐ വിൽ കം ഔട്ട്. അച്ഛൻ മല നെയ്തോളൂ, രക്ഷപ്പെടാൻ എനിക്കറിയാം. ഷുവർ, ട്രൈ ഇഫ് യു ക്യാൻ. ബാലേട്ടാ, ഗുഡ് മോർണിംഗ്. സോറി, ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നെന്തോ പ്രോഗ്രാം ഉള്ള മട്ടുണ്ടല്ലോ. കാര്യോ? അങ്കിളിന്റെ മുമ്പ് നിൽക്കുമ്പോ എന്തൊരു മര്യാദക്കാരനാ. നിപ്പ് കണ്ടാൽ തന്നെ പാവം തോന്നും. ആ, അല്ലാത്തപ്പോഴും മര്യാദക്ക് കുറവൊന്നുമില്ല. എന്താ സംശയം തോന്നുന്നു? അയ്യോ, ഒന്ന് ചുമ്മാ അതിരിക്കും ബാലേട്ടാ. ഉം? മുത്തശ്ശനോ? വക്കീൽ സാറേ, നീ എന്താടി കാന്താരി ഇവിടെ? അപ്പുറത്തെ കാണും. ഉം. വക്കീലെ, ഒരു കേസുണ്ടായിരുന്നു, വാദിക്കാം. അത് കൊള്ളാം. ഞങ്ങളുടെ ജോലി അതല്ലേ മുത്തശ്ശ, അതിനല്ലേ ഇവിടെ ഇരിക്കുന്നത് തന്നെ. വാദിച്ചാ മാത്രം പോരെ, കക്ഷിയുടെ അമ്മയെ കൂടി ബംഗ്ലാവിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കണം. പറ്റുമോ? എന്നോട് എന്തിനാ മുത്തശ്ശ ഇതൊക്കെ പറയുന്നേ? അല്ല, നിങ്ങളുടെയൊക്കെ വീട്ടിലിപ്പോ അതാണല്ലോ കീഴ്വഴക്കം, അതുകൊണ്ട് പറഞ്ഞതാണ്. ബാല, നിനക്കെങ്കിലും നാണമുണ്ടെന്ന് ഞാൻ കരുതി. നീ ഇതെല്ലാം കണ്ടുകൊണ്ട് കണ്ണടച്ചിരിക്കാൻ. നിന്റെയൊക്കെ പടി കയറി വന്ന എന്നെ വേണം പറയാൻ. ഇല്ല, ഞാൻ പോവുകയാണ്. ഇനി ഞാൻ ഈ പഠിക്കാത്ത കാലുകുത്തുക. നാളെ വരുമ്പോഴും ഇത് തന്നെ പറയണം കേട്ടോ. എന്താ ബാലേട്ടാ, മുത്തച്ഛൻ പറഞ്ഞു ഓർത്തിട്ടാണോ? ഹേയ്, ഒന്നുമില്ല. പോട്ടെ, നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. വരൂന്നേ, പ്ലീസ് കമാൺ. പറഞ്ഞ അനുസരിക്കില്ല, നല്ല തല്ല് കിട്ടണം.